friends, welcome to Sagis kitchen. ഇന്ന് നമുക്ക് സേമിയയും അതുപോലെ തന്നെ റവയും ഇത് രണ്ടും ചേർത്തിട്ട് നമുക്ക് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ ഇവിടെ ഒരു 1.5 കപ്പ് സേമിയ ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. സേമിയ ഇപ്പോൾ കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്ന് സേമിയ കൂടുതൽ എടുക്കാം, റവ കുറച്ചെടുക്കാം, അല്ലെങ്കിൽ രണ്ടും ഒപ്പം എടുക്കാം. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് സേമിയ ഉണ്ടാവും, പിന്നെ 1 കപ്പ് റവ, ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണ്, സവാള ഞാൻ ഒരെണ്ണം ഒരു വലിയ സവാള എടുത്താണ്. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും ഇടാം. സവാള സ്ലൈസ് ചെയ്തത്, പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഞാൻ ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, കരിവേപ്പില, കടുക്, കുറച്ച് ഉഴുന്ന്, പരിപ്പ്, വറ്റൽമുളക്, പിന്നെ വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ്, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സേമിയ ഒന്ന് ലൈറ്റ് ആയിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഈ സേമിയ ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. റവ ഓൾറെഡി വറുത്ത റവയാണ് എൻ്റെ ഉള്ളത്, അതുകൊണ്ട് ഞാൻ അത് വറുക്കുന്നില്ല. അപ്പൊ സേമിയ വറുത്തെടുക്കാം. കരിഞ്ഞു വരുത്, ജസ്റ്റ് ഒരു സ്ലൈറ്റ് ചെറുതായിട്ട് ഒന്ന് കളർ ചേഞ്ച് ചെയ്താൽ മതി. സേമിയ ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. നമുക്കിനി ഉപ്പുമാവ് പ്രിപ്പയർ ചെയ്യാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ ഉഴുന്ന്, പരിപ്പും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അരിഞ്ഞതും, കരിവേപ്പില. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ഉപ്പുമാവിന് അധികം അങ്ങോട്ട് വഴണ്ട, കുറച്ചൊന്ന് സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവും. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇതിലൊരു 2 മിനിറ്റോളം കിടന്നൊന്ന് സോട്ടായി വരണം. ക്യാരറ്റ് ഒന്ന് നല്ലോണം വഴങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സേമിയയും റവയും ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായി തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം.
നമുക്കിനി റവ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇത് നന്നായി മിക്സ് ആക്കി എടുക്കണം. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ ചൂടിൽ തന്നെ ആ നെയ്യൊന്ന് കുറച്ചൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആവും. ഈ റവയും സേമിയൊക്കെ ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് ഈ ചൂടോടെ തന്നെ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ സേമിയും റവയും ചേർത്തിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. താങ്ക് യു.